ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീറാം. വെൽക്കം ടു എൻട്രി കോഡിംഗ്. സോ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് നമുക്ക് ഫ്രം സ്ക്രാച്ച് 0 മുതൽ കോഡ് എഴുതാനൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് വേണം താനും നിങ്ങൾക്ക് മുഴുവനായിട്ട് കോഡ് എഴുതാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നമുക്ക് ഒരുപാട് AI അസിസ്റ്റന്റുകളുണ്ട്, AI ചാറ്റ് ബോട്ടുകളുണ്ട്. ഇങ്ങനെയുള്ള കോഡ് എഴുതി തരാനും അതിനകത്ത് നമുക്ക് വേണ്ട രീതിയിൽ ഇന്ററാക്ട് ചെയ്ത് നമുക്കൊരു വെബ്സൈറ്റിലേക്ക് എത്തിപ്പെടാനൊക്കെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അപ്പം നമുക്കറിയാം bolt.new, അതേപോലെ തന്നെ ലവബിൾ, ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഡെയിലി കേൾക്കുന്ന ചില വേർഡുകളാണ്, ചില വെബ്സൈറ്റുകളാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ അതിലേക്ക് പോയി നോക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ലവബിൾ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമ്മൾ ഫ്രം സ്ക്രാച്ച് നമ്മളൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ലവബിൾ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോവാം. സോ ഇതാണ് നമ്മുടെ ലവബിളിന്റെ വെബ്സൈറ്റ്, lovable.dev. അപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ പേരിൽ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ Gmail ID പാസ്വേഡൊക്കെ യൂസ് ചെയ്തിട്ട്. ആൻഡ് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നത് കാണാം. സോ ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കാൻ പോവാണ്. ഐ വാണ്ട് ടു ക്രിയേറ്റ് എ ഫുഡ് ഡെലിവറി ആപ്പ് ഫോർ മൈ കേക്ക് കളക്ഷൻ. Create a website for the user and chef dashboard as well. User should be able to select any type of cakes from the list and should be able to order to any of the address with cash on delivery as payment. Similarly, for the chef dashboard, there should be order status visible. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ കുറച്ച് കസ്റ്റമൈസേഷനോട് കൂടി കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ എഴുതി കൊടുക്കാം. ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതി കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ നേരെ ജെമിനിയിലോ ChatGPTയിലോ പോയിട്ട് നമുക്ക് ലവബിളിന് വേണ്ടിയുള്ള ഒരു പ്രോംപ്റ്റ് ആണ് വേണ്ടത്, ഇതൊക്കെയാണ് എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു പ്രോംപ്റ്റും നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ലവബിൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കും. തിങ്കിങ്, അവിടെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കും. റൈറ്റ് സൈഡിലാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പ്രിവ്യൂ നമുക്ക് അവൈലബിൾ ആവുക. അപ്പം ഈ പറഞ്ഞ പോലെ ബേക്ക്ഡ് ഓൺ ഡിമാൻഡ്, ഇവിടെ തന്നെത്താൻ അതൊരു പേരും കൊടുത്തിട്ടുണ്ട്, ബേക്ക്ഡ് ഓൺ ഡിമാൻഡ്. ഇത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ റീനെയിം പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള കേക്ക് ഫാക്ടറി ഓക്കെ. അപ്പം കേക്ക് ഫാക്ടറി നീ ആക്കിയിട്ടുണ്ട് അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ പേര്. അപ്പം വാം കളർ പാലറ്റ്, ബ്യൂട്ടിഫുൾ ഹീറോ സെക്ഷൻസ്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങൾ, ഇത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ ഇതിനകത്ത് അലോ ചോദിച്ചു കഴിഞ്ഞാൽ അലോ കൊടുത്തേക്കോളും. അപ്പം ഇതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇവിടെ ആക്ച്വലി ചെയ്യുന്നത് വെബ്സൈറ്റിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വായിച്ചു നോക്കി എവിടെയെങ്കിലും നമുക്ക് മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ അത് മാറ്റം വരുത്തി തരും. അപ്പം നൗ ഐ വിൽ സെറ്റ് അപ്പ് എ ഡിസൈൻ സിസ്റ്റം ആൻഡ് ബിൽഡ് ദി ആപ്പ് വിത്ത് ബ്യൂട്ടിഫുൾ ഡിസൈൻസ് ആൻഡ് ഓൾ നെസസറി ഫങ്ഷനാലിറ്റി. പിന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് സമയം പിടിക്കും ഇതിന്. പക്ഷേ ഈവൻ ദോ നമുക്കറിയാം ഒരു വെബ്സൈറ്റ് ഒക്കെ എത്ര സമയം എടുത്തിട്ടാണ്, എത്ര എംപ്ലോയീസ് ആണ് ഒരു വെബ്സൈറ്റിനൊക്കെ വേണ്ടി വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു മേ ബി ഒരു 10 മിനിറ്റ്സിനകത്തൊക്കെ നമുക്കൊരു വെബ്സൈറ്റ്, ഫുള്ളി ഫ്ലെഡ്ജ് വെബ്സൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇത് നമ്മുടെ കോഡാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. കോഡിനെ കുറിച്ച് നിങ്ങളിപ്പം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് 0 കോഡ് നോളജ് ആണെങ്കിലും നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വർക്കറിനെ പോലെ ലവബിൾ നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയുള്ള ഇമേജസ് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ കേക്കിൻ്റെ ഇമേജസ്, അതിനകത്ത് വെബ്സൈറ്റിനകത്ത് വരുന്ന ഇമേജസും ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഷോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ആൻഡ് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. സോ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കാണാം. അപ്പം സ്വീറ്റ് മൊമെന്റ്സ് ഡെലിവേർഡ്, ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് കാണാം. അവർ ഡെലീഷ്യസ് കളക്ഷൻസ്, ഇവിടെ നമുക്ക് വേണ്ട രീതിയിൽ ഇമേജസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇത് നമ്മൾ ഒന്നുകൂടി പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമേജസൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മൾ ഫ്രീ വേർഷനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തത്. ഫ്രീ വേർഷനിൽ തന്നെ നാളെ വരെയുള്ള ലിമിറ്റ് നമ്മുടെ തീർന്നു ഇപ്പം. കാരണം ഒരു ദിവസം കുറച്ച് ക്രെഡിറ്റ്സ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, അതാണ് ഇപ്പോൾ തീർന്നത്.
ഇനി നമുക്ക് ഇതിൻ്റെ പെയ്ഡ് വേർഷൻ ആണെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി അല്ല ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഡോളർ മാറ്റി നമുക്ക് വേണമെങ്കിൽ ഇന്ത്യൻ റുപ്പി ആക്കാം. അതൊക്കെ നമുക്ക് ഇവിടെ പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, ചേഞ്ച് ദ കറൻസി ടു ഇന്ത്യൻ റുപ്പീസ്. അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അതേപോലെ തന്നെ ആഡ് സം മോർ ഇമേജസ് ഇങ്ങനെയൊക്കെ കൊടുത്ത് നമുക്ക് അതിനകത്ത് നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ മാത്രം അറിഞ്ഞാൽ മതി ആക്ച്വലി. അപ്പോൾ നമുക്ക് അങ്ങനെ രീതിയിലൊരു വെബ്സൈറ്റ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതുപോലെ ഈ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇത് ഡെപ്ലോയ് ചെയ്ത് അത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യുക. കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിനാണെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 0 കോഡ് കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത്. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പം ഇത്തരം വീഡിയോസ് കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക് യു.